പശ്ചിമ ബംഗാളിൽ എങ്ങനെയും ഏത് രീതിയിലും ഒരു ആക്രമണം നടത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും സൈന്യത്തിന്റെ ഇടപെടലോടെ പൊതുവെ മികച്ച രീതിയിലായിരുന്നു പോളിംഗ് എല്ലാം തന്നെ നടന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 29-നാണ് നടക്കുന്നത്. അതിന്റെ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് തൃണമൂൽ കോൺഗ്രസും BJPയും നേർക്കുനേർ എത്തിയത്. നിലവിൽ ഇപ്പോഴും സൈന്യത്തിന്റെ സുരക്ഷയിലും നിയന്ത്രണത്തിലുമാണ് പശ്ചിമ ബംഗാൾ. എന്താണ് സംഭവം നടന്നതെന്നാൽ പശ്ചിമ ബംഗാളിലെ ഭവാനിപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് BJPയുടെ പ്രചാരണ റാലി തൃണമൂൽ നേതാക്കൾ കണ്ടതും ഉടനെ ആക്രമിക്കാനായിട്ട് എത്തിയതും. അതായത് BJPയുടെ റാലിയെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും BJP നേതാവ് സുവേന്ദു അധികാരിയും വെറും 100 മീറ്റർ അകലെ റാലികൾ നടത്തിയതിന് പിന്നാലെയാണ് സംഘർഷ സാധ്യത അവിടെ രൂപപ്പെട്ടത്. അതോടെ തൃണമൂൽ നേതാക്കൾ ഒരു ആക്രമണമൊക്കെ നടത്താൻ ശ്രമിച്ചുവെങ്കിലും BJPയുടെ കുറ്റൻ റാലി കണ്ടിട്ട് മമതാ ബാനർജി ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. BJP തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമത സ്റ്റേജിൽ നിന്നും ഇറങ്ങി ഓടി, അതും ഭയത്തോടെ. തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി എന്നത് ഒരു കാരണം മാത്രമാണ്, അതായത് ഓടി ഒളിക്കാനുള്ള ഒരു കാരണം മാത്രമാണ് BJP തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞത്. വേണമെങ്കിൽ മമതയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു. BJPയുടെ റാലി കടന്നുപോയതിനു ശേഷം മമതയ്ക്ക് വേണമെങ്കിൽ പ്രസംഗം തുടരാമായിരുന്നു. പക്ഷേ BJPയുടെ റാലി, അതിന്റെ അംഗബലം, ജനങ്ങളുടെയൊക്കെ ഒരു പവറൊക്കെ കണ്ടപ്പോൾ തന്നെ മമത ആകെപ്പാടെ നിന്ന് പേടിച്ച് വിറച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെ ആരോപിച്ചാണ് മമതാ ബാനർജി ഒരു പെട്ടെന്ന് പ്രസംഗമൊക്കെ നിർത്തിയത്. ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് സംഭവം അരങ്ങേറിയത്. ഭവാനിപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പാർട്ടികൾ റാലി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ മമതയുടെയും അതോടൊപ്പം തന്നെ സുവേന്ദു അധികാരിയുടെയും റാലികൾ അടുത്തടുത്താണ് സംഘടിപ്പിക്കപ്പെട്ടത്. വെറും 100 മീറ്ററിന്റെ ദൂരം മാത്രമാണ് ഉണ്ടായത്. ഇതിൽ മമത കടുത്ത അതിർത്തിയിലായിരുന്നു. സ്പീക്കറുകൾ ഉപയോഗിച്ച് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതായി മമത ആരോപിക്കുകയും ചെയ്തു. അതായത് BJP പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കുമെന്ന് ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആ ഒരു ദൃഢപ്രതിജ്ഞയിലൂടെയാണ് BJP ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിൽക്കുന്നത്. അമിത്ഷാ തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. നരേന്ദ്രമോദി വലിയ രീതിയിൽ പ്രചാരണങ്ങൾ ഓരോ ദിവസവും അവിടെ സംഘടിപ്പിക്കുന്നു. BJP ഒരു കാർഡ് ഇളക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം പശ്ചിമ ബംഗാളിൽ നടത്തുമ്പോൾ മമതയുടെ കാൽ ഇടറുന്നു, അല്ലെങ്കിൽ മമതയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഗ്രാഫ് താഴ്ന്നു പോകുന്നു. കാരണം ഇത്രയും കാലം തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളെയും അതോടൊപ്പം തന്നെ ഗുണ്ടകളെയും പേടിച്ചുകൊണ്ട് ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യാതിരിക്കുമ്പോൾ സൈനികർ തന്നെ ഓരോ വീടുകളിലും കയറി ചെന്ന് നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല, വോട്ടിന്റെ പ്രാധാന്യം ഇങ്ങനെയാണ്, വോട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട വികസനങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെ അത് കിട്ടണ്ടേ എന്നൊക്കെ അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സുരക്ഷാ സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കി അവരെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പശ്ചിമ ബംഗാളിൽ ദീദിക്ക് കാലിടർന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യം ഇതോടെ കുറിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ഒരു ടെൻഷനും മമതയെ അലട്ടുന്നുണ്ട്. അതാണ് BJPയുടെ കൊടി കാണുമ്പോൾ തന്നെ മമത ഓടി ഒളിക്കാനായിട്ട് തുടങ്ങുന്നത്.